മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. കുക്കി മെയ്തേയ് ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. വിശദാംശങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുകയാണ്. വീണ്ടും അതിരൂക്ഷമായി മണിപ്പൂരിലെ അന്തരീക്ഷം ആകെ മാറിമറിയുകയാണോ? എന്തൊക്കെയാണ് സ്വാതി പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട്? ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിപ്പൂരിൽ ഒരു ആഭ്യന്തര കലാപത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ ഒരു 46 വയസ്സുകാരി, അതും കുക്കി 46 വയസ്സുകാരി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നത്. കഴിഞ്ഞ ദിവസവും കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും 46 വയസ്സുകാരനെയും മർദ്ദിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ ഈ പ്രദേശത്ത് തന്നെ കണ്ടെത്തിയതിൻ്റെ അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, വീടുകൾക്ക് നേരെ നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ, വീടുകൾ അഗ്നിക്കിരയാകുന്ന സാഹചര്യം, വെടിവെപ്പടക്കം ഉണ്ടാകുന്നു. മാത്രമല്ല, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് BJP ഭരണകൂടത്തിനെതിരെ, അതായത് സംസ്ഥാന ഭരണകൂടത്തിന് നേരെ ഉണ്ടാവുന്നത്. ബീരൻ സിംഗ് രാജിവെക്കണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, CRPF വാഹന വ്യൂഹത്തിന് നേരെയും പ്രതിഷേധം ഉണ്ടാവുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പൂർണ്ണമായും മണിപ്പൂരിലെ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപവും വിമർശനവുമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ബീരൻ സിംഗ് രാജിവെക്കണം അടക്കമുള്ള ഗുരുതരമായ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജിരിബാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് കൂടുതൽ സേനയെ ആ പ്രദേശത്തേക്ക് വിന്യസിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നു. എങ്കിൽ പോലും മണിക്കൂറുകൾ ഇടവിട്ടുള്ള ഡ്രോൺ ആക്രമണം തുടരുന്നു. ഒരു 1.5 വർഷക്കാലമായി ഈ മണിപ്പൂരിലെ ഈ വംശീയ കലാപം ഉണ്ടായിട്ടും ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. മോദി ഈ വിഷയത്തെ പറ്റി ഇപ്പോഴും മൗനം തുടരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഏറ്റവും ഗുരുതരമായ സ്ഥിതിയിലേക്ക് തന്നെയാണ് മണിപ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരത്, റൈറ്റ്. മണിപ്പൂർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ അശാന്തമാകുന്നു. അതിശക്തമായിട്ടുള്ള ആക്രമണം, സംഘർഷം ഒക്കെ നിലകൊള്ളുകയാണ്. വലിയ തോതിൽ ഇതിനെ അമർച്ച ചെയ്യാൻ കഴിയാത്ത വിധം നിൽക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ തോതിൽ വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്.